അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകം 2-3 കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് ഭാഗം കൂടുതലായിട്ട് എത്തിയിരുന്നു. അതിൻ്റെ നോട്ടും വിഷയങ്ങളൊന്നും എഴുതിയതായിട്ട് കണ്ടിട്ടില്ല. ഓരോ പാഠത്തിലും ലിമാദാ അൻത സ്വാമിത്ത് എന്നതിൽ 3 ചോദ്യം. മാതാ ഖാലിൽ ജബൽ ഇസ്സഹൽ ഐന നറുൽ സനാബിൽ, ഇതൊക്കെ പറഞ്ഞിരുന്നു. ആരും എഴുതി വിട്ടു തന്നിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും എഴുതിയിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് എഴുതണം. അപ്പോൾ അവിടെ നമ്മൾ സെമിയൽ ബുൽബുൽ കലാമഹുമ, അപ്പോൾ ആ ഭാഗം കൂടി നമ്മൾ എടുത്തു അല്ലേ. അതിൻ്റെ പാരഗ്രാഫിലുള്ള ചോദ്യമാണ് മാതാ ഖാലൽ ബുൽബുൽ. ബുൽബുൽ എന്താണ് പറഞ്ഞത് അല്ലേ? ബുൽബുൽ എന്ത് പറഞ്ഞു? അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ന സൗത്തി അഹ്ല വതഹ്ത അശിഅത്തി ഷംസി വഹസത്തിൻ നഖ്ലത്തു അല്ലേ. ആ ഒരു ആൻസർ അവിടെ എഴുതി വെക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞാൽ വിട്ടു തരും വേണം. ഇനി അടുത്ത ഭാഗം, വഫി വസത്തിൽ ഹഖിൽ തഫ്തഹത്ത് വർദത്തുൻ ഹംറാഉ വതനഹദത്ത് ലിതൻസുറ ഇത്തറഹ വഖാലത്ത് അന ഔറഉ ഇത്രീൻ വഇത്രി അജ്വദ. വഫി വസത്തിൽ ഹഖിൽ തഫത്തഹത്ത് വർദത്തുൻ ഹംറാ. വസത്തിൽ ഹഖിൽ വയലിൻ്റെ മധ്യത്തിലുണ്ട് തഫത്തഹത്ത് വർദത്തുൻ ഹംറാ. അവിടെ എന്താ ഉള്ളത്? ഒരു റോസാപ്പൂവുണ്ട്. അതെങ്ങനെ ആയിരിക്കുന്നു? തഫത്തഹത്ത് വർദത്തുൻ ഹംറാ, ചുവന്ന റോസാപ്പൂവ് അത് വിരിഞ്ഞിരിക്കുന്നു. എവിടെ? വയലിൻ്റെ മധ്യത്തിൽ ചുവന്ന റോസാപ്പൂവ് വിരിഞ്ഞിരിക്കുന്നു. വതനഹദത്ത് ലിതൻസുറ ഇത്റഹ, അതെന്ത് ചെയ്യുന്നു? അതിന് നെടുവീർപ്പിടാണ്. തനഹദത്ത്, അത് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്നു. എന്തിന്? ലിതൻസുറ, അത് പരത്താൻ വേണ്ടിയിട്ട്. എന്ത് പരത്താൻ? ഇത്റഹ, അതിൻ്റെ സുഗന്ധം പരത്താൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ സുഗന്ധം പരത്താൻ വേണ്ടിയിട്ട് നെടുവീർപ്പിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു വക്കാലത്ത്, അങ്ങനെ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, അന ഔറ ഓ ഇത്രീൻ അജ്വദ, ഞാനാണ് ഏറ്റവും ചന്തമുള്ളത്, ഏറ്റവും ഭംഗിയുള്ളത് ഞാനാണ്. അന ഔറ ഓ ഇത്രീൻ അജ്വദ, ഞാനാണ് ഏറ്റവും ചന്തമുള്ളത്, അതേപോലെ തന്നെ ഞാനാണ് ഏറ്റവും സുഗന്ധമുള്ളത്. സമിയത്തു നഹ്ലത്തു, നഹ്ലത്ത് കേട്ടു. ഏത്? ഈ ഹദീസ്, ഈ സംസാരം കേട്ടു. നഹ്ലത്ത് പറഞ്ഞാൽ ഏതാണ്? നമ്മളെ തേനീച്ച കേട്ടു. നഹൽ അൽ വറദത്തി, ഈ റോസാപ്പൂവിൻ്റെ സംഭാഷണം. ഹദീസ് പറഞ്ഞാൽ സംഭാഷണം, സംസാരം എന്നൊക്കെ പറയും. അത് കേട്ടു. ആര് കേട്ടു? തേനീച്ച കേട്ടു. വംതസ്വത്ത് മിൻ റഹീഖിഹ, എന്നിട്ടോ അംതസ്വത്ത് റഹീഖിഹ, ആ പിന്നെ അംതസ്വത്ത് മിൻ റഹീഖിഹ, വലിച്ചു കുടിച്ചു, ഊമ്പിക്കുടിച്ചു. എന്തിന്? അതിൻ്റെ മാധുര്യത്തെ എന്ത് ചെയ്തു? ഊമ്പിക്കുടിച്ചു. വത്തോറത്ത് ഖായിലത്തൻ, എന്നിട്ട് ഊമ്പിക്കുറിച്ചുകൊണ്ട് പറഞ്ഞു, സ അസ്നഉ മിൻ റഹീഖികി അസ്ലൻ അലദ്ദ വഅത്യബ. അപ്പോൾ അങ്ങനെ ഊമ്പിക്കുടിച്ചിട്ട്, വംതസ്വത്ത് മിൻ റഹീഖിഹ, അതിൻ്റെ മധുരം ഊന്തിക്കുടിച്ച്, ഊമ്പിക്കുടിച്ച് അല്ലെങ്കിൽ വലിച്ചു കുടിച്ചു എന്നൊക്കെ പറയും. വലിച്ചു കുടിച്ചുകൊണ്ട് വത്തോറത്ത് ഖായിലഹ, ആ തേനീച്ച പറയാണ്, സ അസ്നഉ മിൻ റഹീഖിക അസലൻ അലദ്ദ വഅത്യബ, നല്ല സ്വാദൂറുന്ന നല്ല ഒറിജിനൽ തേൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിന്നിൽ നിന്ന് വലിച്ചു കുടിച്ചതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്നു. നിൻ്റെ മധുവിൽ നിന്ന് ഞാൻ സ്വാദൂറിയ തേൻ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. നല്ല ടേസ്റ്റുള്ള, ഒറിജിനാലിറ്റി ഉള്ള, നല്ല അടിപൊളി തേൻ എന്ത് ചെയ്യുന്നു? നിൻ്റെ മധുവിൽ നിന്ന് ഞാൻ കുടിച്ചതിൽ നിന്ന് ഉണ്ടാക്കുന്നു.
ളല്ലൽ ഉസ്ഫൂർ ജാലിസൻ അല അഹദിൽ അസ്വാൻ സ്വാമിത്തൻ ഹസീനൻ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ഈ കഴിഞ്ഞൊരു പാരഗ്രാഫ് എല്ലാവരും വായിച്ചു നോക്കണം. എന്നിട്ട് അതിലെന്ത് ചെയ്യണം, ഓരോന്നും നിങ്ങൾ കണ്ടെത്തണം. അതിലുള്ള ഓരോ അർത്ഥങ്ങൾ ഇങ്ങനെ എഴുതണം. എന്താണ് പിന്നെ അതിലോരോ വേർഡുകൾ പറഞ്ഞില്ലേ. ഇപ്പോൾ നഹ്ലത്ത്, നഹ്ല, ഹദീസ്, അങ്ങനെയുള്ള ഓരോ ഹംറാ, അത്തരം വാക്കുകളൊക്കെ എന്ത് ചെയ്യണം, എഴുതി ആ വാക്കുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വെക്കണം. വാക്കുകൾ പഠിച്ചു വെക്കണം, അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണം. പിന്നെ റോസാപ്പൂവ് നെടുവീർപ്പിടുന്നത് എന്തിനാണ്? അതേപോലെ തന്നെ നഹലത്ത് എന്ത് പറഞ്ഞു, തേനീച്ച എന്ത് പറഞ്ഞു, ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്ത് ചെയ്യണം, അതിൻ്റെ അറബി മലയാളം ഒന്ന് എഴുതി വെക്കണം. എന്നാലേ നമുക്ക് ഈ പാഠത്തിന് എന്തൊക്കെ പഠിച്ചു എന്നുള്ള പിടുത്തം കിട്ടുള്ളൂ കേട്ടോ. ഓൺലൈനാണ്, നിങ്ങളും കൂടി സഹകരിച്ചാലേ കിതാബ് എടുക്കണമായിരിക്കില്ല. കിതാബാകുമ്പോൾ മസാലകൾ പറഞ്ഞ് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ നമ്മൾ അറബി ശീലിക്കലാണ്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഒപ്പം കൂടിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. ളല്ലൽ ഉസ്ഫൂറു ജാലിസൻ അല അഹദിൽ അസ്വാനി സ്വാമിത്തൻ ഹസീനൻ. ളല്ലൽ ഉസ്ഫൂർ ഒരു കുരുവി ജാലിസൻ ഇരിക്കുന്നു, അല അഹദിൽ അസ്വാനി സ്വാമിത്തൻ ഹസീനൻ ഒരു മരക്കൊമ്പിൽ ഇരിക്കുകയാണ്. എങ്ങനെ ഇരിക്കേണ്ടത്? സ്വാമിത്തൻ ഹസീനൻ വളരെ ദുഃഖിതനായിട്ട്, നിശബ്ദനായിട്ട്, ആരോടും മിണ്ടാതെ ദുഃഖിതനായി ഒരു മരക്കൊമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫസ്വാഹിൽ ജമീഅ. അപ്പോൾ എല്ലാവരും വിളിച്ചു ചോദിച്ചു, യാ ഉസ്ഫൂർ, എന്താ കുരുവേ, ലി മാതാ അന്ത സ്വാമിത്ത, എനിക്ക് എന്താ പറ്റി, എന്താ ജി മിണ്ടാതെക്കണ്? അലൈസ ലക മാ തുഫാഖിറു ബിഹി, വലിയത് പറയാനൊന്നും എൻ്റെ അടുത്ത് ഒന്നുമില്ലേ? എല്ലാവരും ഇങ്ങനെ ഓരോ അഹങ്കാരം പറയണ്ടല്ലോ, എൻ്റെ അടുത്ത് അങ്ങനെ പറയാനൊന്നുമില്ലേ? അലൈസ ലക മാ തുഫാഖിറു ബിഹി, എൻ്റെ അടുത്ത് അങ്ങനെ അഹങ്കാരത്തിൻ്റെ വർത്താനൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഹല്ലഖൽ ഉസ്ഫൂറു ഫൗഖൽ ജബൽ, പർവ്വതത്തിൻ്റെ മീതെ കുരുവിങ്ങനെ വട്ടമിട്ട് പറന്നു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, ലദൈനാ ഷൈഉൻ, നമ്മളിലൊരു സാധനമുണ്ട്, നമ്മുടെ അടുത്തൊരു സാധനമുണ്ട്. നശ്തരിക്കു ഫീഹി ജമീഅൻ, നശ്തരിക്കു ഫീഹി ജമീഅൻ, നമുക്കെല്ലാവർക്കും പങ്കുള്ള സാധനമാണത്. വഹുവൽ അജ്മൽ, അതല്ല ഭംഗിയുണ്ട്. സാലുൽ ജമീഅ, അപ്പോൾ എല്ലാവരും ചോദിച്ചു, വമാഹുയ ഉസ്ഫൂറ, ഇപ്പോൾ എന്ത് സാധനം ഉസ്ഫൂറ, കുരുവി അതെന്താ സാധനം? ഫറദ്ദൽ ഉസ്ഫൂറു മസ്ഹുവൻ. അപ്പോൾ എന്താണിപ്പോൾ ഈ സാധനം? നമ്മളൊന്നും അറിയാത്തൊരു സാധനം, നമുക്കൊക്കെ പങ്കുള്ള സാധനം. അപ്പോൾ ഫറദ്ദൽ ഉസ്ഫൂർ മസ്ഹുവൻ, തലയാട്ടിക്കൊണ്ട് ഉസ്ഫൂർ പറഞ്ഞു, കുരുവി പറഞ്ഞു, അൽ വത്തൻ, നമ്മളെ നാടാണത്. എങ്ങനത്തെ നാടാണ്? അല്ലദീ യജ്മഉന, നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയ, നമ്മൾ സൃഷ്ടിച്ചെടുത്ത, നമ്മുടെ സ്വതന്ത്രമായി ആർക്കും ജീവിക്കാൻ പറ്റുന്ന, ആരെയും സ്വീകരിക്കുന്ന നല്ലൊരു നാട് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ 2-3 ചോദ്യം. ലിമ തൻഹദത് അൽ വർദത്ത, റോസാപ്പൂവ് നെടുവീർപ്പെട്ടത് എന്തിനാണ്? മുകളിൽ പറഞ്ഞില്ലേ, തൻഹദത്ത് ലിതുൻസിറ ഇത്തുറഹ. മാതാ തംതസ്സുൻ നഹ്ല, തേനീച്ച നുകരുന്നത് എന്താണ്? മാഹുവ ഷൈഉൽ അജ്മൽ, ഏറ്റവും ഭംഗിയുള്ള വസ്തുവേതാണ്? അപ്പോൾ ഇതിനൊക്കെ ഈ പാഠം എഴുതിയാലേ ഈ ചോദ്യത്തിന് ആൻസറും കിട്ടുള്ളൂ. അപ്പോൾ പാഠം എഴുതണം മക്കൾ, സഹകരിക്കണം. ഓൺലൈനായതുകൊണ്ട് അറബി പാഠപുസ്തകം നിങ്ങളും കൂടി സഹകരിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ എഴുതണം, എന്ത് ചെയ്യണം, അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും കണ്ടെത്തും വേണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അസ്സലാമു അലൈക്കും.